ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഭയെക്കുറിച്ചാണ്. ഹഗ്ഗായിയുടെ പുസ്തകം 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള തിരുലിഖിതങ്ങൾ. നിങ്ങൾ ഏറെ തേടി ലഭിച്ചതോ അല്പം മാത്രം, നിങ്ങൾ അത് വീട്ടിലേക്ക് കൊണ്ടുവന്നു, ഞാൻ അത് ഊതി പറത്തി. എന്തുകൊണ്ട്? സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും തൻ്റെ ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുമ്പോൾ എൻ്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ. ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ. ഇപ്പം ഞാൻ പണ്ടാണെങ്കിൽ ഇടവകാരിയായിരുന്നു, അട്ടപ്പാടിയിൽ ഒരു പള്ളിയിലെ വികാരിയായിരുന്നു. ഞാൻ എൻ്റെ ഇടവയെക്കുറിച്ച് വ്യഗ്രതപ്പെട്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ സഭയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ എപ്പോഴും എൻ്റെ ഇടവയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അട്ടപ്പാടിയിൽ എൻ്റെ ഇടവക എൻ്റെ ഇടവക എൻ്റെ ഇടവക എന്ന് പറഞ്ഞ് ഞാനങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാനാണെങ്കിൽ ബിഷപ്പാണെങ്കിൽ എൻ്റെ രൂപത എൻ്റെ രൂപത എൻ്റെ രൂപത എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരുന്ന പ്രശ്നമാവും. കർത്താവിൻ്റെ സഭ, ലോകം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന കർത്താവിൻ്റെ സഭയെക്കുറിച്ച്, യേശു ക്രിസ്തുവിൻ്റെ സഭയെക്കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിക്കണം. എനിക്ക് ഒരുപാട് വയസ്സായതിനു ശേഷം ആ തിരിച്ചറിവ് കിട്ടിയത്. അതുവരെ ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ പഠനം എൻ്റെ പഠനം എൻ്റെ പഠനം തന്നെയായിരുന്നു ചിന്ത. അല്ലെങ്കിൽ എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ എൻ്റെ വീട്. വൈദികനായപ്പോൾ പിന്നെ എൻ്റെ രൂപത, എൻ്റെ ഇടവക, എൻ്റെ അട്ടപ്പാടി, ഇങ്ങനെയായിരുന്നു ചിന്ത. അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി കർത്താവ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ കർത്താവിൻ്റെ സഭ, അത് ഏത് റീത്തായാലും ഏത് രാജ്യത്താണെങ്കിലും എവിടെയാണെങ്കിലും അതെൻ്റെ കർത്താവിൻ്റെ സഭയാണ്, എൻ്റെ കർത്താവിൻ്റെ സഭ. അങ്ങനെ അത് എല്ലാവരും ചിന്തിക്കണം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നാനാജാതി മതസ്ഥർ യേശു ക്രിസ്തുവിൻ്റെ സഭയെക്കുറിച്ച്, ഒരു മതമല്ല, യേശു ക്രിസ്തുവിൻ്റെ സഭയെ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങളുടെ മേൽ വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് ചൊരിയും. യേശു ക്രിസ്തുവിനെയും യേശു ക്രിസ്തുവിൻ്റെ സഭയെയും സ്നേഹിക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ സ്നേഹമുണ്ട്. നമ്മൾ കർത്താവിൻ്റെ സഭയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാനിപ്പോൾ എൻ്റെ ധ്യാനകേന്ദ്രം അട്ടപ്പാടിയിൽ സയ്യോൻ ധ്യാനകേന്ദ്രം എന്ന് പറഞ്ഞ് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക. അതും പ്രശ്നമാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാ ധ്യാനകേന്ദ്രത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കണം, എല്ലാ രൂപതകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കണം, എല്ലാ മിഷണറിമാരെക്കുറിച്ച് ചിന്തിക്കണം, കർത്താവിൻ്റെ സഭയെക്കുറിച്ച് ഞാൻ ചിന്തിക്കണം. നിങ്ങളങ്ങനെ നിങ്ങളുടെ സ്വന്തം ചെറിയ ചെറിയ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് വേണ്ടി ആകാശം മഞ്ഞ് പെയ്യിക്കുന്നില്ല, ഭൂമി വിളവ് നൽകുന്നുമില്ല. മലകളിൽ വരൾച്ച, ധാന്യത്തിൽ വരൾച്ച, പൊതുവീഞ്ഞിൽ വരൾച്ച, എണ്ണയിൽ വരൾച്ച, ഭൂമി മുളയ്ക്കുന്നതിൽ വരൾച്ച, മനുഷ്യരിൽ വരൾച്ച, കന്നുകാരിൽ വരൾച്ച, അധ്വാനങ്ങളിൽ എല്ലാത്തിനും വരൾച്ച എല്ലാം ചെയ്യും. കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. എന്നാൽ നമ്മൾ കർത്താവിൻ്റെ സഭയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ, നമ്മൾ കർത്താവിൻ്റെ സഭയെക്കുറിച്ച് നമ്മൾ കാര്യമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയാൽ, കർത്താവിൻ്റെ സഭയിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഹൃദയം കൊണ്ട് മനസ്സിലാക്കി സന്തോഷപൂർവ്വം കർത്താവിനോട് നമ്മൾ യോജിച്ച് നിന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് തൊട്ട് ഒരു കാര്യം ഉറപ്പായി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ എവിടെ പോയാലും കർത്താവ് നിങ്ങളുടെ വലതുവശത്ത് നിൽക്കും. എവിടെ പോയാലും, ഇത് എൻ്റെ അനുഭവമാണ്, അതുകൊണ്ട് ഞാൻ പറയണത്. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. മർക്കോസിന്റെ സുവിശേഷം 16:20 വായിക്കുന്ന ഇങ്ങനെയാണ്: അവർ എവിടെയെല്ലാം പോയോ, അവർ പോയിടത്തെല്ലാം കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തിയത് ഈ ഒരു കാര്യമാണ്. കർത്താവ് കൂടെ നിന്ന് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും വചനം സ്ഥിരീകരിക്കാൻ തുടങ്ങിയത്. ഞാൻ കർത്താവിൻ്റെ സഭയെ സ്നേഹിച്ച് അതിർത്തികളില്ലാതെ കർത്താവിൻ്റെ സഭ, അത് ഏത് രാജ്യത്താണെങ്കിലും ഏത് സംസ്ഥാനത്താണെങ്കിലും അത് ആരാണെങ്കിലും കർത്താവിൻ്റെ സഭ, കർത്താവിൻ്റെ മകൻ, കർത്താവിൻ്റെ മകൾ, ഇങ്ങനെ കർത്താവിനുള്ളതിനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് 24 മണിക്കൂർ അനുഭവമാകാൻ തുടങ്ങി. അവിടെ എല്ലാം കർത്താവ് കൂടെ വരികയും
കർത്താവ് കൂടെ പ്രവർത്തിക്കുകയും നമ്മൾ പറയുന്ന ഓരോ വാക്കിനെയും കർത്താവ് അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും സ്ഥിരീകരിച്ചു കൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രാത്രി നിങ്ങളുടെ സഹോദരിക്ക് ആദ്യം കൊണ്ടിരുന്ന ഒരു വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാമത് തിരുലിഖിതമാണ്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഈ വചനം നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. യേശു പറയാണ്, എൻ്റെ സഭ, എൻ്റെ സഭ. നമ്മൾ എൻ്റെ വീടെന്ന് പറയില്ലേ, എൻ്റെ വീട്, അതുപോലെയാണ് ഈശോ പറയണത്, എൻ്റെ സഭയെ ഞാൻ പണിയും. എൻ്റെ സഭ. യേശു അത്രയും പ്രിയപ്പെട്ടതായി കരുതുന്ന ആ സഭയാണ് നമ്മൾ ചീത്ത വിളിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ കാണുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കുറവായിരിക്കും. നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. പക്ഷെ നമ്മൾ ദുഷിക്കുമ്പം, തിരുസഭയെ ദുഷിക്കുമ്പം യേശുവിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ആ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. യേശു അത്രമാത്രം സ്നേഹിക്കുന്നൊരു കാര്യമാണ് യേശുവിൻ്റെ സഭ, എൻ്റെ സഭ. ഈ സഭ രൂപപ്പെടുത്താൻ വേണ്ടി യേശു എന്തെല്ലാം ചെയ്തു? നിങ്ങൾ ചിന്തിച്ചു നോക്കിയ, ഭൂമി സൃഷ്ടിക്കാൻ വേണ്ടി ദൈവം എങ്ങനെ സൃഷ്ടിച്ചത്? ഉണ്ടാകട്ടെ എന്നൊരു വാക്ക് കൽപ്പിച്ചു, ഭൂമി ഉണ്ടായി. സ്വർഗം സൃഷ്ടിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഉണ്ടാകട്ടെ എന്നൊരു വാക്ക് പറഞ്ഞു, ഒരു വചനം പറഞ്ഞു, സ്വർഗം ഉണ്ടായി. മാലാഖമാരോ? വചനത്താൽ അവൻ സൃഷ്ടി ചെയ്തു. ഹല്ലേലൂയ. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, സർവ്വ സൃഷ്ടികളും ഉണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യനെ കൈകൊണ്ട് മെനഞ്ഞെടുത്ത് സൃഷ്ടിച്ചു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ സഭയെ അവൻ എങ്ങനെ സൃഷ്ടിച്ചു? എങ്ങനെ സൃഷ്ടിച്ചു? അവൻ കുരിശിൽ കിടന്ന് പിടഞ്ഞ് പിടഞ്ഞ് മരിച്ച് അവന് രക്തം ചിന്തി. അവൻ്റെ ചിന്തപ്പെട്ട രക്തത്താലാണ് അവൻ്റെ സഭയെ അവൻ പണിതത്. ഒരു ക്രിസ്ത്യാനിയെ എങ്ങനെയാണ് ഈശോ ഈ ഭൂമിയിൽ രൂപം കൊടുക്കുന്നത്? ഉണ്ടാകട്ടെ എന്നൊരൊറ്റ വാക്കിൽ സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം ഒരു വിശ്വാസി രൂപപ്പെടാൻ വേണ്ടി ചെയ്തത്, അവൻ്റെ ശരീരത്തിൽ അവൻ കഠിനമായി പീഡകൾ സഹിച്ച് അവൻ കുരിശിൽ കിടന്ന് പടഞ്ഞ് പടഞ്ഞ് മരിച്ച് ചിന്തപ്പെട്ട രക്തത്തിൻ്റെ യോഗ്യതയാലാണ് ഈ ഭൂമിയിൽ ഒരു വിശ്വാസി ഉണ്ടാകുന്നത്. അതുകൊണ്ട് സീറോ മലബാർ സഭയിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന വിശുദ്ധ കുർബാനയുടെ സമയത്ത് പ്രാർത്ഥിക്കും. കർത്താവേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായി പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാണ്. കഠിനമായി പീഡകൾ അനുഭവിച്ച് കുരിശിൽ കിടന്ന് പിടഞ്ഞ് പിടഞ്ഞ് മരിച്ച് തൻ്റെ രക്തം ചിന്തി ചിന്തപ്പെട്ട രക്തത്താൽ നേടിയെടുക്കപ്പെട്ടവരുടെ സമൂഹമാണ്, വീണ്ടെടുക്കപ്പെട്ടവരുടെ സമൂഹമാണ് വിശ്വാസി സമൂഹം. അപ്പോൾ ഒരു വ്യക്തി സഭയെ ഉപേക്ഷിച്ച് പോകുമ്പം നിങ്ങൾക്കൊരു ഇഷ്ടക്കേടുണ്ടായി, നിങ്ങൾക്കൊരു താല്പര്യക്കുറവ് തോന്നി, നിങ്ങൾക്ക് നിങ്ങളുടെ വിചാരിച്ച കാര്യം നടന്നില്ല, ഉടനെ സഭേനെ ചീത്ത വിളിച്ചു, സഭേനെ ദുഷിച്ചു, അങ്ങനെ നമ്മൾ സഭ വിട്ടുപോയി. ചിലപ്പോൾ അൽമായർ മാത്രമല്ല ഈ കാര്യത്തിൽ, സിസ്റ്റർമാർ സഭ വിട്ടുപോകണു. എന്തൊക്കെ അല്ലേ? വൈദികർ സഭ വിട്ടുപോകുന്നു. വൈദികരോ ബിഷപ്പുമാരോ പിന്നെ സിസ്റ്റേഴ്സോ അൽമായരോ യുവതിവാക്കന്മാരോ ആരും അതായത് മാമോദീസ മുങ്ങിയതിന് ശേഷം വിവിധ ജീവിതാന്തസ്സുകളിലാണ് നമ്മളെല്ലാവരും. കർത്താവിൻ്റെ സഭയിൽ നമ്മളെല്ലാവരും മാമോദീസ മുങ്ങി വിവിധ ജീവിതാന്തസ്സുകളിലാണ്. ഈ വിവിധ ജീവിതാന്തസ്സിൽ നമ്മൾ ഓരോരുത്തരും ഈശോയെ എത്രമാത്രം വേദനിപ്പിക്കുന്നത് ചിന്തിച്ച് നോക്കിയേ. ഇപ്പോൾ ഞാനൊരു അച്ഛനാണ്, എൻ്റെ ബിഷപ്പിനോട് എനിക്ക് ഇഷ്ടക്കേട് തോന്നി, ഞാനൊരു തോന്നിയാസം അങ്ങോട്ട് പോയാലോ? എനിക്ക് സഭയും സഭയുടെ പ്രബോധനങ്ങളും സഭ എൻ്റെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ രക്തം ചിന്തി നേടിയ, തൻ്റെ രക്തം ചിന്തി രൂപപ്പെടുത്തിയ തിരുസഭയിലെ സംവിധാനങ്ങളെ നമ്മൾ തൃണവൽഗണിക്കുമ്പോൾ, പുല്ലുപോലെ കരുതുമ്പോൾ, നമ്മൾ തുച്ഛീകരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, യേശു ഇത്രമാത്രം വിലപ്പെട്ടതായി കരുതുന്ന സഭയെയാണ് ഞാനും നിങ്ങളും പുല്ലുപോലെ കണക്കാക്കണം. അപ്പോൾ അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സഭയിൽ ഓരോരുത്തർക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ഇന്ന് രാത്രി ചിന്തിക്കാൻ പോവാണ്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രാധാന്യമാണ്, ഇറ്റ് ഈസ് ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് ദാറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദിസ് ചർച്ച്.
യേശു ക്രിസ്തുവിൻ്റെ ചിന്തപ്പെട്ട രക്തമാകുന്ന അടിസ്ഥാനത്തിന് മേൽ രൂപപ്പെട്ടതാണ് യേശു ക്രിസ്തുവിൻ്റെ സഭ. രണ്ടാമത്തെ പ്രാധാന്യം, ഇറ്റ് ഈസ് ക്രൈസ്റ്റ് ഹു കോൾസ് ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ചർച്ച്. കർത്താവിൻ്റെ സഭയിലെ ഒരംഗമാകാൻ എനിക്കും നിങ്ങൾക്കും ഓടിക്കേറി അംഗമാകാൻ പറ്റുന്നൊരു കാര്യമല്ല. യേശു ക്രിസ്തുവിൻ്റെ ഈ സഭയിൽ അംഗമാകാൻ പിതാവായ ദൈവം അനാദികാലം മുതലേ വിളിച്ചവർക്കാണ് അതിനകത്ത് മെമ്പറാകാൻ കഴിയുകയുള്ളൂ. അതിനെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 16-ാം തിരുലിഖിതം, നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. യേശു പറയാണ്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല ചെയ്തത്. ഇപ്പം നിങ്ങൾ വിചാരിക്കില്ല, ഇവിടെ ഇരിക്കുന്ന മാമോസം മുങ്ങിയവർ വിചാരിക്കും ഞാൻ പോയി യേശുവിനെ സ്വീകരിച്ചത്. അങ്ങനെയല്ല. ഞാനും നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ്, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ പിതാവായ ദൈവം തന്നെ അനന്ത സ്നേഹത്തിൽ എന്നെയും നിങ്ങളെ യേശു ക്രിസ്തുവിനോട് കൂടെ ഒന്നിച്ച് സ്വർഗത്തിൽ ഇരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത് കൊണ്ടാണ്, യേശു ക്രിസ്തു തെരഞ്ഞെടുത്തത് കൊണ്ടാണ് നമുക്ക് യേശുവിനെ അറിയാനും യേശുവിൻ്റെ സഭയെ അറിയാനും ഇട വന്നത്. എഫെസസ് 1-ാം അധ്യായം 4-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മെ തെരഞ്ഞെടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരു തെരഞ്ഞെടുപ്പ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കിടപ്പുണ്ട്. അതിൻ്റെ പേരാണ് നമുക്ക് നിത്യജീവന് നിയോഗം തന്നു. അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായം അതിൽ 48-ാമത്തെ തിരുലിഖിതം, ഈ വാക്കുകൾ കേട്ടപ്പോൾ വിജാതിയർ സന്തോഷഭരിതരായി കർത്താവിൻ്റെ വചനത്തെ പ്രകീർത്തിച്ചു. നിത്യജീവന് നിയോഗം ലഭിച്ചവരെല്ലാം വിശ്വസിച്ചു. അപ്പോൾ അങ്ങനെയുള്ളവരുടെ പേരാണ് നിത്യജീവന് നിയോഗം ലഭിച്ചവർ. നിത്യജീവനിലേക്ക് നിയോഗം കിട്ടിയവർ, അവർക്ക് ഓൾറെഡി ഇൻവിറ്റേഷൻ കാർഡുണ്ട്. കല്യാണം നടക്കുമ്പോൾ ഒരു കല്യാണത്തിന് ക്ഷണക്കത്തില്ലേ, ആ കുറി കിട്ടിയവരാണ്, ഇൻവിറ്റേഷൻ ഉള്ളവരാണ് അവർ. ഇത് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നിങ്ങളുടെ മേൽ ആ ഇൻവിറ്റേഷൻ ഉണ്ട്. നമ്മുടെ മേൽ, എൻ്റെ മേലതുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ചെറുപ്പത്തിലെ മാമോദിസം അവസരം കിട്ടി, വൈദികന അവസരം, അതെല്ലാം പെട്ടെന്ന് നടന്നത് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ആ ഇൻവിറ്റേഷൻ അവിടെ കിടക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ചില ആളുകൾ കള്ളു കുടിച്ച് ഈ ഏസാവ് കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ് കളഞ്ഞോളൂ. എല്ലാവരുടെയും കുറേ പേർക്ക് ഇൻവിറ്റേഷൻ ഉണ്ട്. അതിൽ കുറേ പേര് ഏസാവ് തൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ് കളഞ്ഞതുപോലെ വിറ്റ് കളയും. അത് അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായം 46-ാം വാക്യത്തിലുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 13 അതിൽ 46 അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, പൗലോസും ബർണ്ണബാസും ധൈര്യപൂർവ്വം ഇങ്ങനെ പറഞ്ഞു, ദൈവവചനം ആദ്യം നിങ്ങളോട് പ്രസംഗിക്കുക ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങൾ അത് തള്ളിക്കളഞ്ഞത് കൊണ്ടും നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യരാക്കി തീർത്തിരിക്കുന്നത് കൊണ്ടും ഇതാ ഞങ്ങൾ വിജാതിയുടെ അടുക്കലേക്ക് തിരി. അപ്പോൾ തങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യരാക്കുന്നവരുണ്ട്. ദൈവം തന്ന ഈ ഇൻവിറ്റേഷൻ, ഈ അത്യുന്നതമായ ഈ വിളി, ഈ നിയോഗം, നിത്യജീവനുള്ള നിയോഗം, ഏസാവ് തൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ് കളഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അതെല്ലാം ലോകകാര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം, തൻ്റെ ഈ അത്യുന്നതമായ ഈ നിത്യജീവന നിയോഗം പുല്ല് വില കൽപ്പിച്ച് അത് കാട്ടിലെറിഞ്ഞിട്ട്, അത് വെള്ളത്തിലെറിഞ്ഞിട്ട് കടന്നു പോകുന്ന ഹതഭാഗ്യരായ മനുഷ്യരും ലോകത്തിലുണ്ട്. എഫെസസ് ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്, യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്നത് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. നമ്മൾ മാമോദിസം മുങ്ങിയപ്പോഴല്ല, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം തൻ്റെ ഹിതവും തൻ്റെ ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അങ്ങനെയാണ് നാം നീതീകരിക്കപ്പെട്ടത്. എഫെസസ് ലേഖനം 1-ാം അധ്യായം അതിൽ 11-ാമത്തെ തിരുലിഖിതം, എഫെസസ് ലേഖനം 1-ാം അധ്യായം അതിൽ 11-ാമത്തെ തിരുലിഖിതം, തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച്
യേശു ക്രിസ്തുവിൽ നമ്മെ മുൻകൂട്ടി തെരഞ്ഞെടുത്ത് അപ്പോൾ ഒരുപാട് വചനങ്ങളിലൂടെ ദൈവം തന്നെ മക്കളെ പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. ഇത് നിങ്ങൾ ആഗ്രഹിച്ച് മാമോദിസ മുങ്ങിയതല്ല. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ, നിങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരുണ്ടാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ മേൽ ദൈവം തൻ്റെ ഹിതവും തൻ്റെ ലക്ഷ്യവും അനുസരിച്ച് നിങ്ങളെ മുൻകൂട്ടി യേശു ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നിങ്ങൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വചനം കേൾക്കാനും യേശുവിനെ അറിയാനും യേശുവിനെ അടുത്തേക്ക് പോകാനും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം തോന്നണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും ദൈവം അനാദി മുതലേ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ച ഇത്രയും വലിയൊരു ഔന്നത്യമാണ് ഞാനും നിങ്ങളും സ്ഥിരസഭയുടെ ഓരോ കാര്യങ്ങളും എടുത്ത് ഉപേക്ഷിച്ച് നമ്മുടെ ഇഷ്ടത്തിന് സഭ വിട്ട് നമ്മൾ ഓരോരുത്തരും ഓരോ വഴിക്ക് പോകുമ്പോൾ അതുപോലെ അത്രയും വലിയൊരു വിലയുള്ള കാര്യമാണ് നമ്മൾ എടുത്തെറിഞ്ഞിട്ട് പോണത്. സഭ ഉപേക്ഷിച്ച് പോകുമ്പോൾ നമ്മളിത് ചിന്തിക്കുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നുണ്ട്, 1994 വികാരിയാകണത്. പട്ടം കിട്ടി അപ്പം തന്നെ വികാരിയായി. കൊച്ചച്ഛനായിട്ടിരിക്കാൻ സമയം കിട്ടിയില്ല. ഈ ഏപ്രിൽ 28 പട്ടം കിട്ടി. മെയ് മാസത്തിലെ 2ാമത്തെ ആഴ്ച വികാരിയായി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ വികാരിയായി. 2 പള്ളിയുടെ വികാരിയായി. അങ്ങനെ അതിനകത്ത് ഒരു പള്ളി കാട്ടിലെ പള്ളിയാണ്, ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ ഒരു പള്ളി ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ 10-40 വീട്ടുകാരുണ്ട് അതിൻ്റെ പള്ളിയുടെ വികാരിയായിട്ട് ഇരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നോട് അവിടുത്തെ കാറ്റഗിസ് ഹെഡ് മാസ്റ്റർ പറഞ്ഞു, അച്ഛാ മെയ് മാസത്തിലാണ് ഞാൻ ചെല്ലുന്നത്, ജൂണിൽ സമ്മാനം കൊടുക്കണം, വേദപാഠത്തിൻ്റെ സമ്മാനം, കാറ്റഗിസ് സമ്മാനം കൊടുക്കണം. അവിടെ തലേ വർഷത്തെ ലിസ്റ്റ്, ഞാനവിടെ പുതിയതായിട്ട് ചെന്ന ആളാണ്. ആ കാറ്റഗിസ് ഹെഡ് മാസ്റ്റർ ലിസ്റ്റ് വായിച്ചു. ഈ ലിസ്റ്റ് വായിക്കുന്നവർക്ക് അച്ഛൻ സമ്മാനം കൊടുക്കുമെന്ന് പറഞ്ഞു. ഓ, സമ്മാനം കൊടുക്കാം, എനിക്ക് സമ്മാനം കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു സമ്മാനം കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കാറ്റഗിസ് ഹെഡ് മാസ്റ്റർ ലിസ്റ്റ് വായിച്ചു. എൻ്റെ കയ്യിൽ സമ്മാനം തന്നു. ഞാൻ കുട്ടികൾക്ക് കൊടുത്തു. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഞാൻ വളരെ സ്നേഹിക്കുന്നൊരു ഫാമിലി പള്ളിയിൽ വരുന്നില്ല, കുർബാനയ്ക്ക് വരുന്നില്ല, ഒന്നുമില്ല. ഞാൻ ആളെ വിട്ടു. ഞാൻ പറഞ്ഞു, ആ ചേട്ടൻ എനിക്കറിയാം. ഞാൻ ആളെ വിട്ടു. ചേട്ടാ എന്താ പള്ളി വരാത്തതെന്ന് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ആളെ വിട്ടു. അപ്പോൾ പറഞ്ഞു, ഞാൻ സഭ ഉപേക്ഷിച്ചു, വികാരിച്ച വന്ന് പ്രമാണിച്ച്, വട്ടായലച്ച വന്ന് പ്രമാണിച്ച് ഞാൻ പള്ളി ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇതെന്ത് പരിപാടി ഇത്? ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ പള്ളി? അപ്പോൾ പറയാണ്, ഈ ചേട്ടൻ്റെ മകൾക്ക് ഒരു സെക്കൻഡ് പ്രൈസ് ഉണ്ടായിരുന്നു. എന്തിനോ കസേര കളിക്കോ മഞ്ചാടിക്കുരി പറക്കലിന് എന്തിനുണ്ടായ സെക്കൻഡ് പ്രൈസാണ്. പുളിങ്കുരി പറക്കലിന് 2ാം സ്ഥാനം. എനിക്കിതൊക്കെ അറിയാം. ഞാൻ ചെന്ന് എന്നോട് അവർ ലിസ്റ്റ് വായിച്ച് ഞാൻ സമ്മാനം എടുത്ത് കൊടുക്കാം. ഞാൻ സമ്മാനം. അപ്പോൾ ഈ ചേട്ടൻ പറയുകയാണേ, അച്ഛനും കൈക്കാരന്മാരും പള്ളി സംഘം എല്ലാം ചേർന്ന് ഗൂഢസംഘമായിരിക്കുകയാണ്. എന്നിട്ട് മനഃപൂർവ്വം എൻ്റെ മകളുടെ പുളിങ്കുരു പറക്കലിന് സമ്മാനം കൊടുത്തില്ല. സഭ ഉപേക്ഷിച്ച്. ഞാൻ പറഞ്ഞു, എൻ്റെ ചേട്ടാ ഈ മഞ്ചാടിക്കുരും പുളിങ്കുരും ഒക്കെ ഇവിടെ തീരും, സ്വർഗത്തിനെ വലിയ സാധനമാണ് ചേട്ടൻ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ്. ചേട്ടനെ സീരിയസ് ആയിട്ട് 2 വാക്ക് പറഞ്ഞപ്പോൾ ചേട്ടന് കാര്യം മനസ്സിലായതുകൊണ്ട് ചേട്ടൻ പിന്നെ 100% എൻ്റെ കൂടെ നിൽക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ നോക്കിയൊരു മഞ്ചാടിക്കുരിൻ്റെ പേരിൽ പിതാവായ ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പ് തൻ്റെ ഹിതവും തൻ്റെ ലക്ഷ്യവും അനുസരിച്ച് യേശുക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു. അതിനുശേഷം സമയത്തിൻ്റെ പൂർണ്ണതയിൽ നിശ്ചിത പദ്ധതി യേശുക്രിസ്തുവിനെ അയച്ചു. അവൻ കുരിശിൽ മരിച്ചു, അവൻ്റെ രക്തം ചിന്തി. ആ രക്തം ചിന്തി നമ്മളെ സഭയായി രൂപാന്തരപ്പെടുത്തി. ഇതൊന്നും വിഷയമല്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ മഞ്ചാടിക്കുരുവിൻ്റെ പേരിൽ നമ്മൾ സഭ ഉപേക്ഷിച്ച് പോയി. ഇത്രയേ ഉള്ളൂ പലർക്കും സഭാജീവിതത്തിൻ്റെ അനുഭവം. ഇനി എന്തിനു വേണ്ടിയാണ് യേശുക്രിസ്തുവിൽ പിതാവായ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്? ഒരു 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്നാമതായി, ടു പൊസസ് ഓൾ ദ റിച്ച്നെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ മുഴുവൻ സമ്പന്നതയും സ്വന്തമാക്കാൻ വേണ്ടിയാണ് പിതാവായ ദൈവം നമ്മളെ യേശുക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ മുഴുവൻ സമ്പന്നത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. അതായത് ഒരു തായത്തടി. യേശു തന്നെ ഇതിനെ വേറൊരു വാക്കിൽ പറഞ്ഞ എങ്ങനെയാണ്? ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ഈ മുന്തിരി ചെടിയിലുള്ള ഈ തായ്തണ്ടിലുള്ള മുഴുവൻ റിച്ച്നെസ്സും മുഴുവനും തായ്തണ്ടിലൂടെ ഒഴുകുന്ന ജീവരസത്തിൻ്റെ മുഴുവനും പങ്കാളി ആരാണ്? ഓരോ ശാഖയുമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി വിശുദ്ധി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല.
നമുക്ക് വേണ്ടി കിടന്ന് തലകുത്തി പറയേണ്ട ആവശ്യമില്ല. നാം യേശു ക്രിസ്തുവിനോട് പൂർണ്ണമായും ഐക്യത്തിയിരുന്നാൽ, നാം യേശു ക്രിസ്തുവിനെ അള്ളിപ്പിടിച്ചിരുന്നാൽ, നാം യേശു ക്രിസ്തു നന്നായിട്ട് യോജിച്ചിരുന്നാൽ, യേശു ക്രിസ്തുവിൻ്റെ മുഴുവൻ റിച്ച്നെസ്സും, യേശു ക്രിസ്തുവിൻ്റെ മുഴുവൻ വിശുദ്ധി, യേശു ക്രിസ്തുവിൻ്റെ മുഴുവൻ കൃപ, പരിശുദ്ധാത്മാഭിഷേകം, സർവ്വ നന്മകളും, യേശുവിൻ്റെ മുഴുവൻ നന്മകളും നമുക്കും കൂടെ ഉള്ളതാണ്. അത്രയും ഉയർന്ന സ്ഥാനമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വ്യക്തി യേശുവിലേക്ക് വരുമ്പോൾ. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു വ്യക്തി മാമോദിസ മുങ്ങി യേശു ക്രിസ്തുവിനെ തൻ്റെ രക്ഷിതാവ് നാഥനുമായി സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ഔദ്യോഗികമായി പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: നാം ക്രിസ്ത്യാനികളാവുക മാത്രമല്ല, നാം ക്രിസ്തു തന്നെ ആയിത്തീർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു വിശ്വാസി വെറുതെ അങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചാൽ മതി, അത്ഭുതം ഉണ്ടാവും. യേശു ക്രിസ്തു തൊട്ടാൽ എന്ന പോലെ നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത്ഭുതം ഉണ്ടാവും. നിങ്ങൾ പറയുമ്പോൾ സ്വർഗത്തിൻ്റെ ശക്തിയോടെ വ്യാപരിക്കും. നിങ്ങൾ നടക്കുമ്പോൾ സ്വർഗത്തിൻ്റെ മാലാഖമാർ നിങ്ങളുടെ കൂടെ നടക്കും. നിങ്ങൾ ബലിയർപ്പിക്കുമ്പോൾ, നിങ്ങൾ പാടുമ്പോൾ സ്വർഗവാസികൾ നിങ്ങളോട് കൂടെ അവിടെ ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14:26, യോഹന്നാൻ 14:26. സഹായനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്? നമ്മൾ പാപം ചെയ്താലും പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് പോകുന്നില്ല. പരിശുദ്ധാത്മാവ് നമ്മൾ വിട്ടുപോകുന്നില്ല. എന്നേക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുണ്യവാനായിരിക്കുമ്പോഴും പാപിയായിരിക്കുമ്പോഴും, നിങ്ങൾ നല്ല ഉണർവുള്ള സമയത്ത് നിങ്ങൾ ഉണർവില്ലാതിരിക്കുമ്പോഴും, നിങ്ങൾ അശുദ്ധനായിരിക്കുമ്പോൾ വിശുദ്ധനായിരിക്കുമ്പോഴും, നിങ്ങളുടെ ഉള്ളിൽ എന്നേക്കും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളിൽ കുടികൊള്ളുന്നു. അപ്പൊ പിതാവായ ദൈവം മുമ്പിലും പുറകിലും നിൽക്കുന്നു. യേശു എന്ന് നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നേക്കും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മാലാഖമാരോ? ഹെബ്രായ ലേഖനം 1-14 ലിഖിതം, ഹെബ്രായ 1:14. രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവക ആത്മാക്കളല്ലേ അവരെല്ലാം. അവരെല്ലാം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? സ്വർഗത്തിലുള്ള മുഴുവൻ മാലാഖമാരും, അവരെല്ലാം എന്ന് പറഞ്ഞ എല്ലാ ദൂതന്മാരും, രക്ഷയുടെ അവകാശികളാകാൻ വിളിക്കപ്പെട്ട നമുക്ക്, ശുശ്രൂഷ ചെയ്യാൻ നിയോഗിക്കപ്പെട്ട സേവകാത്മാക്കൾ, സേവകന്മാർ എന്ന് പറഞ്ഞത് അർത്ഥം ഭൃത്യന്മാർ, സെർവൻസ്. മാലാഖമാർ എപ്പോഴും എന്ത് സഹായമാണ് വേണ്ടത്, എന്ത് സഹായമാണ് വേണ്ടത്? യെസ് സാർ, യെസ് സാർ, യെസ് സാർ എന്ന് പറഞ്ഞ് നമ്മുടെ ചുറ്റും നിൽക്കുകയാണ്. ഈ 3 വ്യക്തികൾ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ കൂടെ. അതുകൂടാതെ സ്വർഗത്തിലെ ദൂതന്മാരെല്ലാം നമ്മുടെ ഏത് ആവശ്യം ചോദിച്ചാലും സഹായിക്കാൻ നമ്മുടെ കൂടെ. സ്വർഗത്തിലെ മുഴുവൻ സമ്പന്നതയെ സ്വന്തമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. രണ്ടാമതായി നമ്മൾ കർത്താവ് തിരഞ്ഞെടുത്തത് സ്വർഗരാജ്യം അവകാശപ്പെടുത്താൻ. സ്വർഗരാജ്യം അവകാശപ്പെടുത്താൻ പിതാവായ ദൈവം വിളിച്ചു. മൂന്നാമത്തത് ടു ബിലോങ് ടു ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ. ഓരോരുത്തരും പറയാൻ സാധിക്കും, ഞാൻ ആരാണ്? ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്, ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്, ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്. ആ ഒരു അറിവ് എനിക്ക് നിങ്ങൾക്കുണ്ടാകണം. സഭ ഉപേക്ഷിച്ച് പോകുന്നവർ ചിന്തിക്കണുണ്ടോ, ഞാൻ ഇത്രയും വലിയൊരു സ്ഥാനമാണ് ഇട്ടെറിഞ്ഞിട്ട് പോണേന്ന്? മറ്റൊരു കാര്യം, യേശു ക്രിസ്തുവിനെ സ്വന്തമാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ യേശുവിനാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഹീ വിൽ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് സോൾ. ഓരോ ആത്മാവും നിങ്ങൾ ഈ ഒരു കാര്യം തിരിച്ചറിഞ്ഞ് നിങ്ങളെ സ്വമനസ യേശുവിനെ ഏൽപ്പിച്ചാൽ, യേശുവേ യേശുവേ യേശുവേ, എന്നെ പിതാവായ ദൈവം അനാദി മുതലേ തിരഞ്ഞെടുത്തതാ. ഞാനൊരു ബാലനാ, അല്ലെങ്കിൽ ഞാനൊരു യുവാവാണ്, ഞാനൊരു രോഗിയാണ്, ഞാനൊരു ഇത്ര വയസ്സുള്ള ആളാണ്, എനിക്ക് എൻ്റെ ജീവിതം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, യേശുവേ എൻ്റെ ജീവിതം മുഴുവൻ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞ് യേശുവിന് നമ്മളെ തന്നെ സറണ്ടർ ചെയ്താൽ, നമ്മുടെ ഹൃദയം യേശുവിനെ ഏൽപ്പിച്ചു കൊടുത്താൽ, ഹി വിൽ പ്രിസർവ് ഈച്ച് സോൾ. ഓരോ ആത്മാവിനെയും ഈശോ പ്രിസർവ് ചെയ്യും. ഈശോ ഓരോ ആത്മാവിനെയും കാത്തു സൂക്ഷിക്കും.
യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27 തൊട്ട് 30 വരെ വാക്യങ്ങൾ. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു, എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു, അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല. നിങ്ങൾ ഒരിക്കൽ നിങ്ങൾ സറണ്ടർ ചെയ്താൽ ഒരുപക്ഷെ ജീവിതത്തിൽ ചില പ്രത്യേക സാഹചര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാളിപ്പോവും. പക്ഷേ യേശുണ്ട്, അവ ഒരിക്കലും ഒന്നെങ്കിലും മരിക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഈശോ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരും. അവ ഒരിക്കലും നശിച്ചു പോവില്ല. അവയെ എനിക്ക് നൽകിയ എൻ്റെ പിതാവ് എല്ലാവരെയും വലിയവനാണ്. പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും സംരക്ഷണം യേശു നമുക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താ ഇടയനും ആടുകളുടെയും പ്രത്യേകത? ഇടയൻ്റെ ആടുകളുടെ പ്രത്യേകത, ആടുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആടുകളുടെ ഉത്തരവാദിത്വം ആർക്കാ? ഇടയനാണ്. എന്തെങ്കിലും ചെന്നായോ കുറുനരിയോ പുള്ളിപ്പുലിയോ സിംഹമോ വന്നാൽ ആ സിംഹത്തെ ആട്ടി ഓടിക്കുന്നത് ഇടയനാണ്. ആടുകൾ ഇടയനെ നോക്കി ഉച്ചത്തിൽ നിലവിളിക്കുകയുള്ളൂ. ആടുകൾ ഇടയനെ നോക്കി നിലവിളിക്കുമ്പോൾ ഇടയൻ വന്നിട്ട് സിംഹത്തെ ആട്ടിപ്പായിക്കും. ഈശോ ഇത് പറയുമ്പോൾ ഈശോ ദാവീദിന്റെ കൊച്ചുമകനാണ്. ഈശോയുടെ വംശാവലി ദാവീദിന്റെ വംശാവലിയാണ്. ദാവീദ് ഒരു ഇടയനായിരുന്നു, അത് ഈശോയുടെ മനസ്സിലുണ്ട്. സാമുവേലിന്റെ പുസ്തകത്തിൽ 1-ാമത്തെ പുസ്തകത്തിൽ 17-ാം അധ്യായം 34-35 വാക്യങ്ങൾ ദാവീദ് വീണ്ടും പറഞ്ഞു, പിതാവിൻ്റെ ആടുകളെ മേയ്ക്കുന്നവനാണ് അങ്ങയുടെ ദാസൻ. സിംഹമോ കരടിയോ വന്ന് ആട്ടിൻ പറ്റത്തിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ തട്ടിയെടുത്താൽ ഞാൻ അതിനെ പിന്തുടർന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിക്കും. അത് എന്നെ എതിർത്താൽ ഞാൻ ആ സിംഹത്തിൻ്റെയും കരടിയുടെയും ജടക്കി പിടിച്ച് അതിനെ അടിച്ചു കൊല്ലും, അതിനെ പിച്ചു ചീന്തും, എന്നിട്ട് ആ ആട്ടിൻകുട്ടിയെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോരും. ഈ ദാവീദിന്റെ കൊച്ചുമകനാണ് യേശു. ഹല്ലേലൂയ. ഈ ഓർമ്മ വെച്ചിട്ട് യേശു പറയാണ്, ഞാൻ നല്ല ഇടയനാണ്. എഴുന്നേറ്റ് നിന്നേ. ഇടയ്ക്ക് ഇച്ചിരി വഴിതെറ്റിപ്പോയാലും നിങ്ങളെ തന്നെ യേശുവിന് സമർപ്പിച്ചാൽ മരിക്കുന്നതിന് മുമ്പ് ജീസസ് വിൽ ടേക്ക് യു ബാക്ക്. ഇന്ന് ഒരു ആത്മാവ് ചിന്തിക്കണം, മകനെ മകളെ ചിന്തിക്കുക. തലങ്ങും വിലങ്ങും മുള്ളുകൾ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. എങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റുന്നില്ല, സഭയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, വെറുപ്പ് തോന്നുകയാണ്, അകൽച്ച തോന്നുകയാണ്, മരവിച്ചു പോയി, മന്ദിച്ചു പോയി, ജീവിതം ആകെ തകർന്നു പോയതുപോലെ തോന്നുകയാണ്. യേശു പറയാണ്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല. രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാം. He will preserve us. He will preserve each and every soul if you surrender yourself. നിന്റെ ആത്മാവിനെ നീ യേശുവിന് പരമേൽപ്പിക്കുമോ? ഈ രാത്രി നിന്റെ നിലപാടെന്താ? നിന്റെ ഹൃദയത്തിൽ വല്ല തീരുമാനമുണ്ടോ? നിന്റെ ജീവിതം യേശുവിന് സമർപ്പിക്കാൻ നീ തീരുമാനമെടുക്കുന്നുവോ? തീരുമാനം എടുക്കുന്നവരെല്ലാം കൈ ഉയർത്തിപ്പിടിക്കുക. ഇപ്പോൾ ഒരുപക്ഷെ തകർന്ന അവസ്ഥയിലായിരിക്കാം, ബലഹീനമായ അവസ്ഥയിലായിരിക്കാം, ഒരുപക്ഷെ വഴിതെറ്റിയ അവസ്ഥയിലായിരിക്കാം. ഏത് അവസ്ഥയിലാകട്ടെ, സ്വർഗത്തിലേക്കുള്ള വാതിലാണ് യേശു, പിതാവിങ്കിലേക്കുള്ള വഴിയാണ് യേശു, പിതാവിങ്കിലേക്കുള്ള അവനാണ് നിത്യതയിലേക്ക് എന്നെയും നിങ്ങളെ കാത്തു സൂക്ഷിക്കുന്നത്. അവൻ്റെ കൈകളിലേക്ക് കൊടുക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കുക. യേശുവേ, എൻ്റെ സ്വഭാവം മോശമാണ്, എൻ്റെ രീതി മോശമാണ്, ഇന്ന് വരെയുള്ള എൻ്റെ ഹിസ്റ്ററി മോശമാണ്, എനിക്ക് മാനുഷികമായി പറഞ്ഞാൽ എനിക്ക് വലിയ പാരമ്പര്യമൊന്നുമില്ല. എങ്കിലും കർത്താവ്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ ഞാൻ അങ്ങയുടെ കൈകളിലേക്ക് തരുന്നു. അങ്ങയെ എൻ്റെ രക്ഷിതാവ് ഞാൻ സ്വീകരിക്കുന്നു. അങ്ങനെ സ്വീകരിക്കാൻ തീരുമാനം എടുത്തപ്പോൾ എല്ലാവരും രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുവിനെ ആരാധിക്കുന്നു. ഉറക്കെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക, യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക. യേശുവിന്റെ നാമം അതിരങ്ങളിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വരട്ടെ. നിത്യജീവന് വേണ്ടി എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. അവന്റെ രക്തത്താലാണ് ഞാൻ വീണ്ടെടുക്കപ്പെട്ടത്. എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ, എനിക്ക് വേണ്ടി കുരിശിൽ ചതഞ്ഞവനെ, എനിക്ക് വേണ്ടി അറിഞ്ഞവനെ, എനിക്ക് വേണ്ടി ജീവരക്തം ചിന്തിയവനെ, എൻ്റെ രക്ഷിതാവേ, രണ്ട് കരങ്ങൾ ഉയർത്തി കുരിശിൽ മരിച്ച രക്ഷിതാവായ യേശുവിനെ ഉച്ചത്തിൽ വിളിക്കുന്നു. എനിക്കോ
നാഥ എനിക്കായി സ്വന്തം ചൊരിഞ്ഞ നാഥ എനിക്കാ മരിച്ച നാഥ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദ സമയം വലിയ അളവിൽ സ്വർഗത്തിൽ നിന്ന് കൃപാവരങ്ങൾ വർഷിക്കപ്പെടുന്ന സമയമാണ്. എല്ലാവരും രണ്ട് കരങ്ങൾ ഉയർത്തി എത്ര ഉച്ചത്തിൽ സ്തുതിക്കാമോ അത്ര ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ ഉറക്കെ കുട്ടികളും മുതിർന്നവരും ഒരുമിച്ച് വിശ്വാസത്തിന്റെ അത്ഭുത അഭിഷേകം വർഷിക്കണമേ. സർവ്വര് ഹൃദയം തുടങ്ങി ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ ചൊരിയൂ ദൈവമേ, വിശ്വാസ കൃപ ചൊരിയൂ, വിശ്വാസ കൃപ ചൊരിയൂ.